നോമിനേഷൻ ചെയ്യുന്നത് നോറേനെയാണ്. കാരണം നമ്മൾ ഈ ഹൗസിൽ എല്ലാവരും അവർക്ക് പറ്റാതെയും അവർ ചിലപ്പോൾ ജോലി ചെയ്യുന്ന ഇടയിലും പവർ മീറ്റിങ്ങും പവറിന്റെ കാര്യങ്ങൾ വരുമ്പോൾ അവർക്കായ കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. പക്ഷെ ഇന്നിപ്പോ മീറ്റിങ്ങിന് വിളിച്ച 2-3 പ്രാവശ്യമായി കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് നോറയെ നമ്മൾ ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യുന്നത്. ബാക്കിയുള്ളവർ ചേർന്ന് ഒരാളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷേ അത് ക്യാപ്റ്റൻസി മത്സരാർത്ഥികളോ പവർ ടീം അംഗങ്ങളോ ആകരുത്. ഞാൻ അൻസിബയെ പറയാം. അൻസിബയ്ക്ക് പലർക്കും പല ന്യായങ്ങളാണ്. അൻസിബയ്ക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഒരു ന്യായം, വേറൊരു പക്ഷം ആൾക്കാർക്ക് വേറൊരു ന്യായം. എൻ്റെ വീട്ടിൽ ജാസ്മിനാണ്. കാരണം നിങ്ങളെല്ലാവരും കാരണമാണ് ഇവിടെ നിൽക്കുന്നതെന്നല്ല, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കാരണമാണ്, നമ്മളെയൊക്കെ കൊന്നു നിന്നിട്ട് മതിയായില്ലേ എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്. കാരണം അത്രയ്ക്ക് മനസ്സാക്ഷി ഇല്ലാത്തവരാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിൽ ഒഫൻഡഡ് ആയിട്ട് ഞാൻ ജാസ്മിനെ. ഓക്കെ, ഗബ്രി അന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് സിബിന്റെ അടുത്ത് പറഞ്ഞു, ജയിലിൽ പോയി കിടക്കുമ്പോൾ ഒന്നുകൂടി ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജാസ്മിനെ പറയാം. കാരണം എന്താ വെച്ചാല് ഒരു നിലവാരം ഇല്ലാത്ത ഒരാള് എന്തും പറഞ്ഞ കേട്ടിട്ട് ആ ഒരു കാര്യം പറഞ്ഞ പ്രൊവോക്ഡ് ആയിട്ട് ആ സമയത്ത് നീ കാലിൽ കയറ്റി വെക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. കാരണം ആൾക്കൊരു നിലവാരം ഇല്ല. സോ അവിടെ പോയിട്ട് നീ ഒന്ന് ടൈം എടുക്ക്. എന്നിട്ട് നീ എന്താ ഇതുവരെ കളിച്ചത് എങ്ങനെയാണ് ആ രീതിയിൽ നീ കളിക്കും. ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് ഉപയോഗിച്ചതുകൊണ്ട് ജാസ്മിൻ അന്ന് കാല് താത്തി വയ്ക്കുന്ന ഒരുപാട് പേര് പറഞ്ഞു. ഒരു ജിൻഡോ എന്നുള്ള വ്യക്തി അല്ലാതെയും ഒരുപാട് പേര് ജാസ്മിനോട് കണ്ടിന്യൂസ്ലി പോയിട്ട് റിക്വസ്റ്റ് വരെ ചെയ്തു. പക്ഷെ എന്നിട്ടും ഒരു വാശിപ്പുറത്ത് ഇരുന്നു അവിടെ.